നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൂക്കളെക്കുറിച്ചാണ്. ഏകദേശം 140 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് പൂക്കൾ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അന്നു മുതൽ പ്രകൃതിയുടെ സൗന്ദര്യവും സസ്യങ്ങളുടെ പ്രത്യുത്പാദനവും പൂക്കൾ നിർവഹിക്കുന്നു. പുരാതന കാലം മുതൽ മനുഷ്യ സംസ്കാരത്തിൽ ഇവ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചരിത്രപരമായിട്ടുള്ള പ്രധാന നാഴികക്കല്ലുകളാണ് പരിണാമം. ജുറാസിക്കിൽ 150-190 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജുറാസിക്കിൽ ഇവയുടെ പരിണാമം ആരംഭിച്ചതായിട്ട് കരുതപ്പെടുന്നു. ചെറു പ്രാണികളുടെയും മറ്റു ജീവികളെയും ആകർഷിച്ച് പരാഗണം നടത്തുന്നതിലൂടെയാണ് ഇവ അതിവേഗം ഭൂമിയിൽ പടർന്നത്. പുരാതന ഈജിപ്റ്റ്. BCE കാലഘട്ടത്തിൽ തന്നെ ഈജിപ്തുകാർ പൂക്കളെ ദൈവങ്ങൾക്ക് വഴിപാടായും ശവകുടീരങ്ങളിലും അലങ്കാരമായും ഉപയോഗിച്ചിരുന്നു. ഗ്രീക്ക് റോമൻ സംസ്കാരം. പുരാതന ഗ്രീസിൽ പൂക്കൾ പ്രണയത്തെയും പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു. ദേവന്മാർക്കും വീരന്മാർക്കും ആദരമർപ്പിക്കാൻ അവർ പൂമാലകൾ ഉപയോഗിച്ചിരുന്നു. സമ്മാനങ്ങൾ നൽകുന്നതിലെ ചരിത്രം. വിക്ടോറിയൻ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിലാണ് വികാരങ്ങളും രഹസ്യ സന്ദേശങ്ങളും പ്രകടിപ്പിക്കാൻ പൂക്കൾ നൽകുന്ന സമ്പ്രദായം യൂറോപ്പിൽ വളരെ പ്രചാരത്തിലായി. പൂക്കളുടെ പ്രാധാന്യവും മതവും ആചാരങ്ങളും. ഇന്ത്യയുൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ താമര, തുളസി തുടങ്ങിയവ ആത്മീയതയുടെയും പരിശുദ്ധിയുടെയും പ്രതീകങ്ങളാണ്. വൈദ്യശാസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും. ആയിരക്കണക്കിന് വർഷങ്ങളായി ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത ചികിത്സകളിലും പൂക്കൾ ഔഷധമായി ഉപയോഗിക്കുന്നു. കൂടാതെ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിനും ഇവ പ്രധാന പങ്കുവഹിക്കുന്നു. ഇപ്പോൾ പൂക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇവിടെ ഞങ്ങൾ വളർത്തുന്നത് കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ എങ്കിലും അത് നമ്മൾ ആദ്യമായിട്ടിപ്പം ചട്ടികളിലൊക്കെ വെക്കുന്ന പുതുതായിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന പൂക്കളുള്ള ചെടികളാകുമ്പോൾ ആദ്യമേ ചട്ടിയിൽ ഈ ഓടിൻ്റെ കഷ്ണങ്ങളും പിന്നെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഏറ്റവും താഴെ ഇടുക. ഒരു 1.5-2 ഇഞ്ച് ഹൈറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആറ്റുമണലും ചാണകപ്പൊടിയും ചെമ്മണ്ണ് 3 കൂടി മിക്സ് ചെയ്തിട്ട് ചട്ടിയുടെ ടോപ്പിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴെ നിൽക്കത്തക്ക രീതിയിൽ ഇത് ഫുള്ളിട്ട് നിറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് ചെടി നടുന്നത്. അന്നേരം അങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്താലേ, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇത് താഴെ ഓടിൻ കഷ്ണങ്ങളൊന്നും ഇട്ടില്ലെങ്കിൽ ബ്ലോക്കായിട്ടിരിക്കും, വെള്ളമൊന്നും പോകത്തില്ല. അന്നേരം നിങ്ങൾ പുതുതായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി പലതരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം.